മീനിക്കുട്ടി വാ. ഫോട്ടോ നല്ല രസമുണ്ട്. പുതിയതാ? പുതിയതൊന്നുമല്ല, പുതിയ ഫ്രെയിം ഇട്ടതാ. അമ്മ എന്തേ? അമ്മ ജയലക്ഷ്മി ചേച്ചിയുടെ ബേക്കറിലേക്ക് പോയിക്കാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. സൂരജിന്റെ കാര്യം മഞ്ജുലാന്റിയോട് ഒന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും സൊല്യൂഷൻ കാണാൻ മഞ്ജുലാന്റി തന്നെ ബെസ്റ്റ്. എന്താ ഒരു ആലോചന? എനിക്ക് ആന്റിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പറ, എന്താ കാര്യം? അത് പിന്നെ എന്റെ സ്കൂളിലെ സൂരജ്. ഒരു മിനിറ്റ് മോളെ. ആ പ്രവീണേട്ടന മീനു, എന്തായി? ടിക്കറ്റ് എല്ലാം ഓക്കെ അല്ലേ? ഏയ് അങ്ങനെ പറഞ്ഞ പറ്റില്ല. എയർപോർട്ടില് എന്റെ പൊന്നിനെ പിക്ക് ചെയ്യാൻ ഞാൻ ഉറപ്പായും വരും. അമ്മയോ? അമ്മ ജയലക്ഷ്മി ചേച്ചിയുടെ കടയിലേക്ക് പോയിരിക്കുക. ഇല്ലില്ല, ഞാൻ ഉറപ്പായിട്ട് എന്തായാലും വരും. കറക്റ്റ് ആയിട്ട് ഓൺ ടൈം ഞാൻ അവിടെ എത്തിയിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആഹാ, ഇമ്പോസിഷൻ എഴുതി ഇതുവരെ തീർന്നില്ലേ? ഇത് എത്ര നേരായി? നീ അമ്മയെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കാണോ? പിന്നെ അല്ലാതെ ഒരു സെന്റൻസിൽ 17 സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയ പിന്നെ ഇമ്പോസിഷൻ എഴുതിക്കണ്ടേ? ആ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എഴുതിക്കണം. ഇങ്ങക്കല്ലേ ഇത് ഇമ്പോസിഷൻ ആയിരിക്കും, പക്ഷെ എനിക്കിത് പ്രാക്ടീസാ. പ്രാക്ടീസ്. ഇതെന്തൊരു ശല്യവാ. ഇവിടെ നമ്മളെല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിനക്കെന്താടി ഇതിനകത്ത് ജോലി? മനുഷ്യൻ ഇവിടെ 100 കൂട്ടം ടെൻഷനിലിരിക്കുമ്പോഴാ കൊച്ചേട്ടൻ ഒരു തമാശ. മാർത്താണ്ഡപ്പിള്ളി ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇരിക്കാൻ തോന്നുന്നു? കഷ്ടം. ഇത്രയൊക്കെ ചൂടാവാൻ ഞാൻ അവളോട് എന്താ പറഞ്ഞേ? ഛേ, കംപ്ലീറ്റ് മൂടും പോയി. മീനാക്ഷിക്ക് ഇതെന്തു പറ്റി? എനക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലു. കുറച്ച് ദിവസമായിട്ട് ഓൾ ഇങ്ങനെയാ. സ്കൂളിലും ഇതുപോലെ തന്നെ. പഠിപ്പിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. സാഗറിനോട് നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? അവനോട് ദേഷ്യപ്പെട്ടത് മോശമായിപ്പോയി. ഞാനായിരുന്നെങ്കിൽ സാഗറിന് 2 എണ്ണം കൊടുക്കുമായിരുന്നു. എന്താ മോളെ നിനക്ക് പറ്റിയത്? അമ്മ പറയുന്നുണ്ടായിരുന്നു നീ സ്കൂളിൽ തീരെ അറ്റൻറ്റീവ് അല്ലാന്ന്, എപ്പോഴും ടെൻഷനാണെന്ന്, പഠിത്തത്തിലും തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. എന്താണെങ്കിലും നീ വലിയേട്ടനോട് പറ മോളെ, നമുക്ക് സോൾവ് ചെയ്യാന്നേ. നീ പാർട്ടിക്ക് വരണം. വി വിൽ എൻജോയ്. അങ്ങനെ നമുക്കിടയിലുള്ള ആ ബോണ്ടിങ് നമുക്കങ്ങ് സ്ട്രോങ് ആക്കണം.
എന്നോടും പറയാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ നിനക്ക്? അയ്യോ അങ്ങനെയൊന്നുമില്ല വലിയേട്ടാ. അതെ, നമ്മളെ ഒരാള് നിരന്തരം ശല്യം ചെയ്താ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആരാ നിന്നെ ശല്യം ചെയ്യുന്നത്? മാർത്താണ്ഡപിള്ള. മാർത്താണ്ഡപിള്ളയോ? അല്ല, അയാൾ എന്നെയല്ല, പൊതുവെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും. അയാൾ നമ്മുടെ കുടുംബത്തെ ശല്യം ചെയ്യാണല്ലോ. നിന്റെ ഫോണിൽ നിന്ന് പേടിക്കണ്ട, നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്യില്ല. എനിക്കെന്ത് പേഴ്സണൽ കാര്യേട്ടാ, ഏട്ടൻ ധൈര്യമായിട്ട് നോക്കിക്കോ. നീ ഫോൺ താ. ഫോണല്ലേ ഞാൻ ഈ നീട്ടി പിടിച്ചേക്കുന്നേ. നീ ഫോണിങ് താ മീനാക്ഷി. എന്താ വലിയേട്ടൻ നീ പറയുന്നേ? ഞാൻ ഈ പിടിച്ചേക്കുന്ന ഫോൺ തന്നെയല്ലേ? നമ്മളോട് ഒരാൾ ചെയ്യുന്ന ശല്യവും ഇതുപോലെ തന്നെ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഒരാൾ നമ്മളെ ശല്യം ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പാതി ഉത്തരവാദി നമ്മൾ കൂടിയാണ്. ശല്യം ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും ആ പ്രവൃത്തിയിൽ സത്യത്തിൽ ഒരു 50% ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പേടിക്കുന്നിടത്തോളം അയാൾക്ക് ശക്തി കൂടും. തിരിച്ച് പ്രതികരിക്കുന്നിടത്താണ് നമ്മുടെ ശക്തി വർദ്ധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ അമ്മയെ തന്നെയാണ്. മാർത്താണ്ഡപിള്ളയുടെ മുന്നിൽ അമ്മ എപ്പോഴെങ്കിലും പേടിച്ചു നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതമ്മ ചെയ്യാതിരിക്കുന്നത് അമ്മയ്ക്ക് പേടിയില്ലാത്തതുകൊണ്ടോ ആശങ്കകളില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. എപ്പോഴെങ്കിലും ഒന്ന് താണു കൊടുത്ത അയാൾ തലേ കയറിയിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് മാത്രം. അമ്മയുടെ പ്രതികരണങ്ങളെല്ലാം അയാളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അമ്മയ്ക്ക് ധൈര്യം കിട്ടാനും കൂടി വേണ്ടിയുള്ളതാ. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. മാർത്താണ്ഡൻ എത്രയൊക്കെ കിടന്ന് ഒച്ച വെച്ചാലും അലറിയാലും അമ്മയൊന്ന് അനക്കാൻ പോലും അയാൾക്ക് കഴിയില്ല. വലിയേട്ടാ, നമ്മുടെ അമ്മ ഭയങ്കര സ്ട്രോങ്ങാ, ഫിയർലെസ്സാ. എന്ത് പ്രശ്നം വന്നാലും മല പോലെ നിൽക്കുന്ന ഒരാളാ. സുധാമണി സൂപ്പറാ. പാത്രം പുറത്തു വെച്ചിട്ട് പോയിക്കോ, ഞാൻ പിന്നെ എടുത്തോളാം. പാത്രമല്ല, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കുറച്ചു സീറ്റ്സുവാ. നല്ല പരിചയമുള്ള ശബ്ദാണല്ലോ. മഹേഷ് സാറായിരുന്നോ? അത്തേക്ക് വരൂ. ഇരിക്കൂ ഇരിക്കൂ. ഞാന് ഈ കാറ്ററിംഗിന്റെ പാത്രം തിരിച്ചു കൊണ്ടുപോകാൻ വന്നെന്ന് വിചാരിച്ചതാ. സോറി. ഓ, അതൊന്നും സാരമില്ല. ഇതാ. എന്താ ഇത്? കുറച്ച് ഹോം മെയ്ഡ് സ്വീറ്റ്സാ. വീട്ടിലുണ്ടാക്കിയതാ? അല്ലല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്തേ ഞങ്ങൾ സ്ഥിരമായിട്ട് സ്വീറ്റ്സ് വാങ്ങുന്ന ഒരു വീടുണ്ട്. വീട്ടിലേക്ക് വാങ്ങിയ കൂട്ടത്തില് കുറച്ച് ഇവിടത്തേക്കും വാങ്ങി. ആ, ഇതാ വിവാഹ ക്ഷണക്കത്ത്. അപർണന്റെ അമ്മ വന്നിട്ടില്ല? യാമിനി ഒന്ന് അമ്പലത്തിലേക്ക് പോയിരിക്കുക. അമ്പലത്തിലോ? യാമിനി മേടോ? ആ ധ്വനി എനിക്ക് പിടികിട്ടി. ആളങ്ങനെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്ത് കിട്ടിയപ്പോ അത് ആദ്യത്തേത് അമ്പലത്തിൽ കൊടുത്ത് പൂജിക്കണമെന്ന് പറഞ്ഞു പോയിരിക്കുക. ഓ, അത് ശരി. രണ്ടാമത്തെ കത്ത് ഇപ്പൊ ഞാൻ സുധാമയുടെ കയ്യിൽ തന്നേക്കുക. നമ്മളുടെ മക്കളുടെ വിവാഹത്തിന് ഞങ്ങൾ ഔപചാരികമായി ക്ഷണിക്കുന്ന ആദ്യത്തെ അതിഥികൾ നിങ്ങളാണ്. താങ്ക് യു. അയ്യോ, സംസാരിച്ചു തന്നിട്ട് ഞാൻ ഒരു കാര്യം മറന്നുപോയി. കുടിക്കാൻ എന്താ വേണ്ടേ? അതെന്ത് ചോദ്യം? ആസ് യൂഷ്വൽ സ്ട്രോങ് ടീ. ഇപ്പൊ കൊണ്ടുവരാം. ആ. ഇതാ ചായ.
വെരി സ്പെഷ്യൽ. സുധാമണിയുടെ ഈ കൈപുണ്യം ശരിക്കൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അത് മേനോൻ സാർ പറഞ്ഞ ശരിയാ. ഈ കഷ്ടപ്പാടായ കഷ്ടപ്പാടെല്ലാം എനിക്ക് തന്ന ദൈവത്തിന് നല്ല പോലെ അറിയാം. ഈ കൈപുണ്യം കൂടി ഇല്ലെങ്കിൽ സുധാമണിക്ക് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ മൂപ്പർ എനിക്ക് കൈപുണ്യം വാരിക്കോരി തന്നത്. ആക്ച്വലി ഞാനിപ്പോ വന്നത് സുധാമണിയോട് മറ്റൊരു കാര്യം സംസാരിക്കാം. ഹൗസ് ഓണർ വീടൊഴിയാൻ നോട്ടീസ് എന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഈ അവസ്ഥയിൽ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നത് സുധാമണിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. മനുഷ്യർ തമ്മിൽ പരിചയപ്പെടുന്നതും ബന്ധുക്കളാവുന്നതൊന്നും വെറുതെയല്ല സുധാമണി, പരസ്പരം സഹായിക്കാൻ കൂടിയാ. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് സുധാമണി ഒട്ടും വിഷമിക്കണ്ട. ഇവിടുന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും സുധാമണിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ താമസിക്കാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്റെ മേനോൻ സാറെ, നിങ്ങളെപ്പോലെ വലിയ മനസ്സുള്ള മനുഷ്യരെ ഇങ്ങനെ കാണുന്നത് തന്നെ ഒരു സന്തോഷ. പക്ഷേ മേനോൻ സാർ ക്ഷമിക്കണം, അതൊന്നും ശരിയാവൂല സാറേ. അതെന്താ സുധാമണി? സുധാമണിയെ സഹായിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നാണോ? നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ? അയ്യോ സാറേ, ദയവേ തന്നെ തെറ്റിദ്ധരിക്കല്ലേ. സാറിനറിയില്ലേ, എന്റെ ഈ വീട് എന്റെ ജോലി സ്ഥലം കൂടിയാ. പൊലച്ചക്ക് 3 മണിക്ക് മുമ്പ് എണീക്കണം. സാറിന്റെ വീട്ടിലെല്ലാരും അലാം കേട്ടോണ്ട് എണീക്കുമ്പോ ഇവിടെ എന്റെ മക്കള് അടുക്കളയിൽ നിന്നുള്ള എന്റെ കുക്കറിന്റെ വിസിലിന്റെ ശബ്ദം കേട്ടിട്ടാ എണീക്കുന്നത്. രാവിലെ ഇങ്ങളെല്ലാം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അടുക്കളയിലെ തട്ടും മുട്ടും പാത്രം വീഴലും തേങ്ങ ചിരകലും എന്റെ കുക്കറിന്റെ വിസിലടി ശബ്ദവും ഇങ്ങക്ക് അതൊന്നും കേട്ട് പരിചയമില്ലാത്തതല്ലേ സാറേ? പിന്നെ അത് മാത്രല്ല, ഞാനാണെങ്കിലേ ഇങ്ങനെ കലബലാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ കുട്ടികളോടെല്ലാം അടിപിടിയും കൂടി ഒച്ചയും വെച്ച് അങ്ങനെയാ എന്റെ ഒരു ദിവസം പോകുന്നത്. പക്ഷെ ആടത്തെ കാര്യം അങ്ങനെ അല്ലല്ലോ സാറേ. വളരെ സമാധാനായിട്ടും ശാന്തമായിട്ടും ജീവിക്കുന്നവരാ ഇങ്ങളെല്ലാം. എല്ലാത്തിനും ഒരു അടക്കും ചിട്ടിയോ എല്ലാം ഉണ്ട്. അത് അടുക്കളയിൽ മാത്രല്ല, നിങ്ങളെ ജീവിതത്തിലും ഉണ്ട്. പൊന്ന് സൂക്ഷിക്കുന്ന സേഫില് ആരെങ്കിലും അലൂമിനിയ പാത്രം വെക്കുവോ സാറേ? എന്റെ അച്ഛൻ പണ്ട് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബന്ധു വീട്ടിലെ ഒരു ഉരുള ചോറ് നഷ്ടപ്പെടുത്തരുതെന്ന്. അതേത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. എനിക്കറിയാം മേനോൻ സാറേ, സാറിന്റെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്, നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ട്. പക്ഷെ ഈ അവസ്ഥയില് നമ്മളെല്ലാരും കൂടി ആടെ വന്ന് താമസിച്ച അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുകയുള്ളൂ. അതിനെക്കുറിച്ചോർത്ത് സുധാമണി പറയിടാവണ്ട. ഞാനതൊക്കെ നല്ലതുപോലെ മാനേജ് ചെയ്തോളാം. എനിക്കറിയാം സാർ, അതെല്ലാം സാറ് മാനേജ് ചെയ്യുന്നു. നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മളെ നോക്കുകയും ചെയ്യും. പക്ഷെ സാറേ, ഈ വീട്ടിൽ പെരുമാറുന്ന പോലൊരു സ്വാതന്ത്ര്യവും ഈ അടുക്കളയിലും ഹാളിലും മുറിയിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞും മറിഞ്ഞും ബഹളം വെക്കുന്നതിന്റെ ഒരു സുഖമൊന്നും എനിക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടൂല സാറേ. അയ്യോ, എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞോണ്ട് സാറ് വിഷമിക്കല്ലേപ്പാ. സാറൊരു സഹായം വെച്ച് നീട്ടിയിട്ട് ഞാനത് സ്വീകരിച്ചില്ല എന്നുള്ള വിചാരവും വേണ്ട. എനിക്കൊരു വിഷമം വന്നാ തീർച്ചയായിട്ടും ഞാൻ സാറ് നൽകുന്ന ഏത് സഹായവും സ്വീകരിക്കും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോ സാറിനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി വന്നേല് എനിക്ക് വിഷമമുണ്ട്. ആരെയും വിഷമിപ്പിക്കാതെ ചിരിയോട് മുഖത്തു നോക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ സുധാമണിക്കറിയാം. പക്ഷേ സുധാമണി, ഞാൻ ഈ പറഞ്ഞതിൽ ഒരു ദുരഭിമാനവും വിചാരിക്കണം. ഞങ്ങളുടെ വീടും നിങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ്, അങ്ങനെ കരുതിയാ മതി. പിന്നല്ലാണ്ട് അതെന്റെ സ്വന്തം വീട് തന്നെയല്ലേ. എന്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടീന്റെ വീടും ആടെയുള്ളവരും എന്നെല്ലാം പറയുന്നത് എന്റെ സ്വന്തം തന്നെയാ. പക്ഷെ എന്തു ചെയ്യാനാ സാറേ, എനിക്ക് കുറച്ച് അഭിമാനബോധം കൂടുതലായി പോയി. എല്ലാം ശരിയാവും സാറേ, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ ദൈവം എന്നെ കൈവിടൂലെന്ന്. സാറിപ്പോ പറഞ്ഞ സഹായത്തിനെല്ലാം എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എനിക്കൊരു സഹായം സ്വീകരിക്കേണ്ടി വന്ന ഞാൻ ആദ്യം സാറിന്റെ അടുത്ത് തന്നെ വരും. ആ വീട്ടിലെല്ലാരും എന്റെ സ്വന്തക്കാര് തന്നെയാ സാറേ. സുധാമണി, എന്റെ മകൾ ചെന്ന് കയറാൻ പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് എന്നെ കൂടി ബാധിക്കും. അതിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് എന്റെ കൂടി കടമയാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സുധാമണിയോട് ഇത്രയും പറഞ്ഞത്. എനിക്കിപ്പോ സുധാമണി ശരിക്കും മനസ്സിലായി. എന്ത് സഹായത്തിന് ഞങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാനൊരു നന്ദിയില്ലാത്തോളാണെന്നും അഹങ്കാരിയാണെന്നും വിചാരിക്കല്ലേ മേനോൻ സാറ്. ഞാൻ ഇങ്ങനൊരു വാശിക്കാരിയായിപ്പോയി. ഏത് കടലിൽ വീണുപോയാലും അവസാനത്തെ കച്ചിത്തുമ്പ് വരെ പിടിച്ചു കയറാൻ നോക്കും. ഏത് സമയത്താ ദൈവം നമുക്കൊരു വെളിച്ചം കാണിച്ചു തരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. ആ ഒരു പ്രതീക്ഷ സാറ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും സാർ ഇവിടെ വന്ന് എന്നോട് ഇത്രയും പറഞ്ഞല്ലോ. ഇനി ഞാൻ സാറിനോട് മരണം വരെ കടപ്പെട്ടിരിക്കും. ശരി, എന്നാ ഞാൻ ഇറങ്ങാം. എല്ലാം സുധാമണിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി. ശരി സാർ. രാവളേ, ഓ ആ മരുന്നെന്തേ? ഇതെന്തോന്ന് ഈ പുതിയ സാധനം? ഓ ഒന്നും പറയണ്ട, കഷായം. ആ പാർത്തൻ ഡോക്ടറുടെ ഗുളിയെല്ലാം കഴിച്ചിട്ടേ എനിക്കൊരു കുറവുണ്ടോന്ന് തോന്നുന്നില്ല. അതുകൊണ്ടേ ഞാൻ നമ്മുടെ സുബോധം വൈദ്യന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാള് കഴിക്കാത്തത് കഷായമായത്. ഇത് ദിവസവും ഒരു 2 നേരം കുടിച്ചാൽ വയറിന്റെ സർവ്വ പ്രശ്നവും തീരുന്ന അയാള് പറയുന്നേ. അതെ, ഞാൻ ചൂടാക്കി കൊണ്ടുവന്നതാ. ഒന്ന് ആറായിട്ടേ കുടിക്കാവുള്ളൂ. ഓ അത് ശരി. അതിനാണോ നീ എന്നെ ഇങ്ങനെ വരട്ടി സംസാരിച്ചേ? വേണ്ടേ, തള്ളേം മോളും കൂടെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ കൂതറകളുടെ കൂടെ ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് കണ്ടവർക്ക് വേണ്ടി തുള്ളാനാണ് പരിപാടിയെങ്കിൽ പെട്ടിയും കുടുക്കൊക്കെ എടുത്തോണ്ടി നിന്റെ തന്തയുടെ അടുത്തോട്ട് അങ്ങ് പൊയ്ക്കോണം. ഞാൻ പൊയ്ക്കോളാം. പക്ഷേ പിന്നെ ഈ പണിയൊക്കെ ആര് ചെയ്തു തരൂന്ന് എനിക്കൊന്ന് കാണണം. ഓ പിന്നെ വലിയൊരു പണി. ഈ 2-3 തുള്ളി കഷായം ഒന്ന് ചൂടാക്കി തരുന്ന ആണല്ലോ വലിയൊരു പണി. ഇത്രയും നന്ദിയില്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ ദേ, നിന്നോട് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ വലിയൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. അന്നേരം 10 പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിനക്ക് തന്നോളാം നന്ദി.